ജൈടെക്സിനകത്ത് മെറ്റാവേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഹാളാണിത്. എക്സ്വേഴ്സ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. ലോകത്തുള്ള ഒരുവിധം എല്ലാ മുൻനിര കമ്പനികൾക്കും മെറ്റാവേഴ്സിനകത്ത് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് പോലെ ഒരുപാട് കമ്പനികൾ മെറ്റാവേഴ്സിനകത്ത് അവരുടേതായിട്ടുള്ള സ്പേസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് അറിയാം, ഫേസ്ബുക്ക് അവരുടെ പേര് മെറ്റ എന്ന് മാറ്റിയപ്പോൾ, അവരുടെ പാരന്റ് കമ്പനിയുടെ പേര് മാറ്റിയപ്പോൾ അതാണ് നമുക്ക് കോമൺ ആയിട്ട് ഈ വേൾഡിലേക്കുള്ള ഒരു ഫസ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ തന്നെ മെറ്റാവേഴ്സ് അറിയപ്പെടുന്നത് ഹൊറൈസൺ വേൾഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും പുറത്തേക്ക് പബ്ലിക് ആക്സസ് ആയിട്ടില്ല. പക്ഷേ അവർ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ അവിടെ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ മൈക്രോസോഫ്റ്റിന് ബിസിനസ് മെറ്റാവേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ തന്നെ എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക് അതുപോലെയുള്ള ഒരുപാട് ബാങ്കുകൾ അവരുടെ മെറ്റാവേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ ഞാനൊരു മെറ്റാവേഴ്സിനകത്ത് കയറിയിട്ട് അവരുടെ മെറ്റാവേഴ്സിനകത്ത് നിന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് ഇവിടുന്ന് ഡെലിവറി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റാവേഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. നോർമലി 2 ഡയമെൻഷനിൽ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സാധാ നമ്മുടെ വെബ് 2.0 സാധാ ഇൻ്റർനെറ്റ് വെച്ചിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. ഡീസെൻട്രൽ ആൻഡ് സാൻഡ് ബോക്സ് പോലെയുള്ളതെല്ലാം എക്സാമ്പിളാണ്. എന്നാൽ ചില മെറ്റാവേഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ ആവശ്യമാണ്. അഥവാ മെറ്റാ ക്വസ്റ്റ് 2 ഒക്കെ പോലെയുള്ള ഫേസ്ബുക്ക് തന്നെ പുറത്തിറക്കുന്ന ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ച് തന്നെയാണ് ചില മെറ്റാവേഴ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുക. അതുപോലെ പ്ലേ സ്റ്റേഷൻ വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെറ്റാവേഴ്സുകളുണ്ട്. അതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിയറുകളുമായിട്ട് അതുപോലെയുള്ള ഹെഡ്സെറ്റുകളൊക്കെ ആയിട്ടുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ചില മെറ്റാവേഴ്സ് കമ്പനികൾ അവർ മെറ്റാവേഴ്സിനകത്ത് വേണ്ടുന്ന ഡ്രസ്സുകൾ ധരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവതാറുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ അത്തരം ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന അത്തരം NFT-കൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളായിട്ടെല്ലാം മാറുന്നുണ്ട്. ഇതുപോലെ മെറ്റാവേഴ്സിൽ ഭാവിയിൽ എല്ലാവരും ഡിജിറ്റൽ വേൾഡിലേക്ക് കൂടുതൽ വരികയും അതുവഴി നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ സമയമല്ലേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കുറേ സമയം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെ തന്നെ ഭാവിയിൽ ഏതെങ്കിലും VR ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ VRകളൊക്കെ ഒരു പക്ഷേ നമ്മുടെ കണ്ണട പോലെ അത്രയും ചെറുതാവുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുറത്തിറങ്ങുന്നതെല്ലാം കുറയും. പുറത്തിറങ്ങുന്നതെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നെക്സ്റ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മേഖലയെ അത് ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പോൾ പുറത്തിറങ്ങുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസിൻ്റെ അത്ര ആവശ്യകത ഉണ്ടാവില്ല. അതുപോലെ റോഡിൽ കൺജഷൻ കുറയും. മാത്രമല്ല വസ്ത്രങ്ങൾ നമ്മൾ അത്ര തന്നെ വാങ്ങണമെന്നില്ല. അതുപോലെ നമ്മളുടെ ഗാഡ്ജറ്റുകൾ ഫിസിക്കലി നമ്മൾ ഷോ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് കുറയും. ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഗെയിമിൽ റെയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ അല്ലെങ്കിൽ ഗെയിമിൽ തന്നെ ഒരു ഇൻ ഗെയിം അഡ്വാൻറ്റേജ് കിട്ടാനൊക്കെ നമ്മൾ പൈസ മുടക്കാറില്ലേ. അപ്പോൾ അതുപോലെ ഈ വിർച്വൽ വേൾഡിനകത്ത് നമ്മുടെ അവതാറുകളെ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ, ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയെ ഒക്കെ യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് ഇപ്പോൾ ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു, നൈക്ക് ഉണ്ടല്ലോ, നൈക്ക് ഷൂവിൻ്റെ എല്ലാം കമ്പനി. ഈ നൈക്ക് അവരുടെ ഡിജിറ്റൽ ഷൂകൾ NFT-കളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്, അഥവാ അവതാറുകൾക്ക് ധരിക്കാൻ പറ്റുന്ന ഷൂകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങളെ ഷോ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ എക്സ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഇവർ ചോദിക്കുന്ന ചോദ്യം തന്നെ വാട്ട് ഈസ് റിയൽ എനിവേ എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെ യാഥാർത്ഥ്യം എന്നൊന്നും ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമൊക്കെയാണ് ഉന്നയിക്കുന്നത്. നമ്മൾ റിയൽ എന്ന് കരുതുന്ന പോലെയുള്ള സംഭവങ്ങൾ എല്ലാം റിയലാണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മുടെ ആശയങ്ങൾ മാറണം, മൊത്തത്തിൽ ഇത് എല്ലാവരിലേക്ക് എത്തണം. ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഇതിനുണ്ട്. പക്ഷെ ഇതും ഭാവിയിൽ സ്വീകരിക്കപ്പെട്ടേക്കാം. കാരണം ഒരു 40 കൊല്ലം മുന്നേ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരാളെ കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പ്രയാസമായിരിക്കുമല്ലോ. പക്ഷേ ഇന്ന് അത് റിയാലിറ്റി ആണല്ലേ. റിയൽ ടൈമിൽ നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ 5G പോലെയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വരുമ്പോൾ 0 ലാറ്റൻസിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഇതുപോലെ ഒരു 3D വിർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, 3D എൻവയോൺമെൻറ്റ് എൻ്റെ ഇപ്പോൾ ഈ രൂപം പോലെ തന്നെയുള്ള അവതാറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അത്തരം ഒരു എക്സ്പീരിയൻസും കൂടെ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഫിസിക്കലി ഭൂമിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഓൺലൈൻ വേൾഡിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെറ്റാവേഴ്സിനെ കുറിച്ച് ഒരു വളരെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ ചാനലിൽ തന്നെയുള്ള മറ്റ് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മെറ്റാവേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടേണ്ടതാണ്.